ഞാൻ അങ്ങനെ ചേലക്കരയുടെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പാലക്കാട് കാര്യത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണെന്ന് രണ്ട് കൂട്ടരും ഈ പറഞ്ഞതുമാതിരി വലിയ കണക്കുകൾ പുറത്തേക്ക് പറയുന്നുള്ളൂ. അകത്ത് ആ കണക്കല്ല പറയുന്നത്. നമ്മൾ രഹസ്യമായി ചോദിക്കുമ്പോൾ രണ്ടുപേരും പറയുന്നത് വളരെ ചെറിയ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കും തന്നെയാണ്. അതാണ് ഇപ്പോൾ രമ്യ നമ്പർ പറയുന്നത്. നോക്കൂ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞത് തെറ്റാണ്. പാലക്കാട് മൊത്തം 14 റൗണ്ടേ ഉള്ളൂ. ഒന്നാം റൗണ്ടിൽ ആയിക്കോട്ടെ, ഒന്നാം റൗണ്ടിൽ ബൂത്ത് 1 മുതൽ 14 വരെയാണ് എണ്ണുന്നത്. രണ്ടാം റൗണ്ടിൽ 15 മുതൽ 28 വരെ, മൂന്നാം റൗണ്ട് 29 മുതൽ 42 വരെ, നാലാം റൗണ്ട് 40 മുതൽ 56 വരെ. അതെ, അഞ്ചാം റൗണ്ടിൽ 57 മുതൽ 70 വരെ. അങ്ങനെയാണ് അത് കൃത്യമായും 179 180 ബൂത്തുകൾ. ഇതാണ് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ ലീഡ് പഴയതുപോലെ തന്നെ. നിങ്ങൾ ടെൻഷൻ വേണ്ട. 1-2 ലീഡ് തുടങ്ങിയിട്ട് അവസാനം വരെ ലീഡോട് ലീഡ് 1 മുതൽ 7 വരെ ലീഡോട് ലീഡാണ്. 7 വരെ ബിജെപിയുടെ ലീഡായിരിക്കും അല്ലേ? 1 മുതൽ 7 വരെ ബിജെപിയുടെ ലീഡ് പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടോ UDF ലീഡ്. പക്ഷെ അവിടെ UDF മാത്രമല്ല, അവിടെ കണ്ണാടിയിലേക്ക് എത്തുമ്പോൾ LDFന്റെ ലീഡും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. കണ്ണാടിയിലും മാത്തൂരിലും LDFന്റെ ലീഡ് ഉണ്ടാവും എന്നുള്ളതാണ് സരിന്റെ ഒരു കണക്ക് കൂട്ടൽ. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ LDFന്റെ ലീഡ് കിട്ടും എന്നുള്ളതാണ് നമുക്കിനിയും മനസ്സിലാവാത്ത സരിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ആ കണക്ക് പാർട്ടിയും അംഗീകരിക്കുന്നില്ല. വേറൊരു കണക്കുണ്ട്. 7:46 14 മിനിറ്റ് കഴിഞ്ഞാൽ എണ്ണി തുടങ്ങും. 14 മിനിറ്റ്. ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ പോസ്റ്റൽ ബാലറ്റിന്റെ ഫലസൂചനകൾ വരും. ആ പോസ്റ്റൽ ബാലറ്റിൽ NDA മുന്നിലായിരിക്കും. EVM മെഷീനുകൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റി തുടങ്ങി. അങ്ങോട്ട് മാറ്റി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി കടുത്ത പോരാട്ടത്തിന് വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറെടുത്തുകൊള്ളുക. മൊത്തം 14 റൗണ്ടുകളായിരിക്കും എണ്ണുക. കഴിഞ്ഞ തവണത്തെ നില ആവർത്തിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ NDA 1800 വോട്ടുകളുടെ ലീഡ് നേടും. പക്ഷേ അതൊരു സൂചനയായി എടുക്കരുത്. 1800 മുകളിൽ 2000 മുകളിൽ ലീഡ് BJPക്ക് കിട്ടിയാൽ അതിലൊരു ട്രെൻഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ശ്രീധരന് കിട്ടിയ 1800-ൽ എത്രത്തോളം വോട്ടുകൾ C കൃഷ്ണകുമാറിന്? അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. ഈ 2000 വോട്ടിന് മേലെ ലീഡ് വന്നാലും അത് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ? അതുകൊണ്ടല്ല ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ ചില വാർഡുകൾ BJP ഭരിക്കുന്ന വാർഡുകളുണ്ട്. അവിടെ കുറച്ച് കൂടുതൽ കിട്ടും. ചില വാർഡുകൾ UDFന്റെ കയ്യിലുള്ളത് LDFന്റെ കയ്യിലുള്ള വാർഡുകളുണ്ട്. സ്വതന്ത്രമായിട്ടുള്ള 6 വാർഡ് സ്വതന്ത്ര വാർഡ്. ഒന്നാമത്തെ ബൂത്ത് മുതൽ 14 ബൂത്ത് വരെയാണ് എണ്ണുന്നതെങ്കിൽ ഒന്നാമത്തെ ബൂത്തിലും രണ്ടാമത്തെ ബൂത്തും അത് കോൺഗ്രസ് ബൂത്തുകളാണ്. ആ ബൂത്തുകളെ മറികടക്കുന്നത് മൂന്നാമത്തെ ബൂത്തിലാണ്. അപ്പൊ അതുകൊണ്ട് 1 മുതൽ 14 വരെ എണ്ണുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ ലീഡുള്ള ബൂത്തുകളുമുണ്ട്. 1ഉം 2ഉം ബൂത്തുകൾ അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 മുതൽ 14 വരെ ബൂത്തുകളാണ് എണ്ണുന്നതെങ്കിൽ ഒന്നാമത്തെ റൗണ്ട് 14 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ 1800 വോട്ടിന്റെ ലീഡാണ് ശ്രീധരന് കിട്ടിയത്. ആ ശ്രീധരന് കിട്ടിയ വോട്ടിനേക്കാൾ കുറയുകയാണെങ്കിൽ അതൊരു ട്രെൻഡാണ്. ആ ശ്രീധരന് കിട്ടിയ 1800 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ട്രെൻഡാണ്. നമ്പർ 2, അവിടെ സരിന്റെ സാന്നിധ്യവും പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, മൊത്തം 21 ടേബിളുകളാണ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിൾ, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാൻ 5 ടേബിളുകൾ, സർവീസ് വോട്ടുകളുടെ കവറിൽ രേഖപ്പെടുത്തിയ QR കോഡ് റീഡ് ചെയ്യാൻ 2 ടേബിളുകൾ. ഇങ്ങനെയാണ് ക്രമീകരണം. ഓക്കെ, അപ്പോൾ എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ കൽപ്പാത്തി ഒന്നാമത്തെ ബൂത്ത് നമ്പർ 1-ൽ ആകെയുള്ള വോട്ടർമാർ 586. അതിൽ കൂടുതൽ എണ്ണരുത്. എല്ലാവരോടും കൂടെ അതിൽ കൂടുതൽ എണ്ണരുത്. അതെ, കൽപ്പാത്തി എല്ലാവരോടും കൂടിയാണ്. പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്നാമത്തെ ബൂത്ത് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ കൽപ്പാത്തി സൗത്ത് സൈഡിലുള്ള കെട്ടിടത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ അത് ആകെ 586 വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബൂത്തിൽ 586 വോട്ടേ ഉള്ളൂ. 600 എണ്ണരുത്. ഒന്നാമത്തെ ബൂത്തിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 വോട്ടിന്റെയാണ്. അവിടെ UDF-നും LDF-നും ഒരേപോലെ 207 സാരിയും ചിലപ്പോ പിടിച്ചെന്നും വരും. ഒന്നാമത്തെ ബൂത്ത്, ഒന്നാമത്തെ LDF. രണ്ടാമത്തെ ബൂത്ത് എന്ന് പറയുന്നത് എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ തന്നെയാണ്. 678 വോട്ടുകൾ അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. എണ്ണ ശ്രദ്ധിക്കണം. 678. അവിടെയും UDF ലീഡ് ചെയ്യും. അതെ, അവിടെ UDF-ന്റെ ലീഡ് രണ്ടാമത്തെ ബൂത്ത്. അതായത് നമ്മൾ ഈ ബൂത്ത് എണ്ണം പറഞ്ഞു തന്നെ കണക്ക് പറയും. എല്ലാവരും റൗണ്ട് പറയുമ്പോഴത്തേക്ക് നമ്മള് പറയും ബൂത്തിൽ 6 ലീഡ് ചെയ്തു, ഇപ്പോൾ 6 ലീഡ് ചെയ്യുന്നു എന്ന കണക്കുകളായിരിക്കും പ്രേക്ഷകരിലേക്ക് കിട്ടുക. അതായത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ വരെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നമ്മൾ കൊടുക്കും. അതെ, സൂക്ഷ്മദർശിനി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ കണക്ക് തയ്യാറാക്കി വന്നതിനെ പുച്ഛിച്ചവരെ കാണുക. അതെ,